എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നാലും ശരി, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ പരതുമ്പോൾ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് തന്നെ ചില സത്യങ്ങൾ പുറത്തെത്തും. അതായത് ഇന്ന് നിലവിൽ ഒരുപാട് ഖുർആനുകളുണ്ട്. അപ്പോൾ അള്ളാഹു ഇറക്കിയ ദൈവിക വെളിപാടുകൾ കൃത്യമായ രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപാട് ഖുർആനുകൾ ഉണ്ടാകുമായിരുന്നു. പ്രവാചകന്റെ കാലശേഷം പ്രവാചകന്റെ അനുചരന്മാരുടെ കയ്യിൽ തന്നെ ഒരുപാട് ഖുർആനുകൾ ഉണ്ടായിരുന്നു. ഉമറിന്റെ ഖുർആനല്ല ഇബ്നു മസൂദിന്റെ ഖുർആൻ, ഇബ്നു മസൂദിന്റെ ഖുർആനല്ല അലിയുടെ കയ്യിലുള്ള ഖുർആൻ. അങ്ങനെ പ്രവാചകന്റെ അനുചരന്മാരുടെയൊക്കെ കൈകളിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള ഖുർആനും അടുത്ത ആളിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഇതേത് രൂപത്തിലാണ് സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടിരുന്നത്? അല്ല, അള്ളാഹു പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണല്ലോ. ഇത് നാമാണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ പടച്ച റബ്ബ് എന്തുകൊണ്ട് അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തില്ല? അതുകൊണ്ടല്ലേ പിൽക്കാലത്ത് ഒരുപാട് ഖുർആനുകൾ ഉണ്ടായത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഷിയാക്കൾ അതായത് കൊമേനി വിഭാഗം പറയുന്നത് ഇന്ന് വിശ്വാസികൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ നിന്ന് 17,000 വചനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ന് 6,000 ചില്ലാനം വചനങ്ങളേ ഉള്ളൂ. ആ 17,000 വചനങ്ങൾ ദൈവിക വെളിപാടുകളായിരുന്നില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വാരിക്കൂട്ടിയിട്ട് ഉമറും അബൂബക്കറും ഉസ്മാനും ഒക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിച്ചത്? വെളിപാടുകൾ അത്രമാത്രം ലാഘവത്തോടു കൂടി കാണാൻ പറ്റുമോ? ഉസ്മാന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഉസ്മാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ വാരിക്കൂട്ടിയിട്ട് കത്തിക്കാൻ കൽപ്പന കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ദൈവീകത നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ഗതികെട്ട് ഫൈസൽ മൗലവി തുറന്നു പറയുന്നു, അതേ ഖുർആനിൽ നിന്നും വചനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾ യുക്തിവാദികൾ ഇത്രയും കാലവും പറഞ്ഞതിൽ നിന്ന് എന്ത് വ്യക്തമായിട്ടാണ് ഉസ്താദ് പറയുന്നതെന്ന് നിങ്ങൾ തന്നെ കേൾക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ മൗലവിമാർ കേരളത്തിൽ യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഏതെങ്കിലും വിശ്വാസികൾ പറഞ്ഞാൽ അത് തെറ്റാകും. ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണെന്നും പ്രവാചകന്റെ കൊള്ളയും കൊലപാതകങ്ങളും ഒക്കെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ കാഫിറുകൾക്ക് അറിയാം. ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി പ്രവാചകൻ മദീനയിൽ പുതിയ ഭരണകൂടത്തെ കൊണ്ടുവന്നതും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളും കൊള്ളകളും ഒക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും പ്രതിരോധമായിരുന്നില്ല. അത് പ്രതിരോധമായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വെള്ളപൂശുകാരിറങ്ങിയിട്ടുണ്ട്. അധികാരത്തിന്റെ വിപുലീകരണം, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക എന്നതു മാത്രമായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം. പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങളെ ഗസുവ എന്നാണ് പറയുക. പൊതുവെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ബദർ യുദ്ധം. എന്തിനായിരുന്നു? മക്കയിലെ ഖുറൈശികളുടെ കച്ചവട സംഘത്തെ, അതായത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊള്ളയടിക്കാൻ, അവരെ ആക്രമിക്കാൻ നബിയും നബിയുടെ അനുചരന്മാരും പുറപ്പെട്ടതിന്റെ പേരിൽ ഉണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം. കുറഞ്ഞ എണ്ണം സൈനികരുമായിട്ട് 313 പേര്. മുസ്ലിങ്ങൾ കൊള്ളയടിക്കാര് വിജയിച്ചു. കാരണം അവര് കച്ചവടക്കാരായിരുന്നു. അവരായുധമൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. കൊള്ളക്കാരുടെ കയ്യിൽ എല്ലാം ഉണ്ടേ. അപ്പൊ മദീനയിലെ പ്രവാചകന്റെ അധികാരം ഉറപ്പിക്കണമെങ്കിൽ പണം വേണം, സമ്പത്ത് വേണം, പിന്നെ ഒരു പോപ്പുലാരിറ്റി വേറെ വേണമല്ലോ. രണ്ടാണ് ഉഹുദ് യുദ്ധം. ബദറിലെ തോൽവിക്ക് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി മക്കക്കാര് വന്നപ്പോഴാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ രൂപത്തിൽ തിരിച്ചടി നേരിട്ടു. നബിയുടെ മുൻപല്ല് പൊട്ടിപ്പോയ യുദ്ധമെന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. നബിക്ക് പരിക്കേറ്റു. നബിയുടെ അമ്മാവനായിട്ടുള്ള ഹംസ കൊല്ലപ്പെട്ട. ഹംസ നബിയുടെ പിതൃവ്യന, അമ്മാവനല്ല. വാപ്പ നബിയുടെ പിതാവായിട്ടുള്ള അബ്ദുള്ളയുടെ വാപ്പ കല്യാണം കഴിച്ചതിൽ ഉണ്ടായ മകനാണ്. അപ്പോൾ അബ്ദുള്ളയുടെ സഹോദരൻ, നബിയുടെ പിതൃവ്യൻ. മറ്റൊന്നാണ് കന്തക് യുദ്ധം അഥവാ കിടങ്ങ് യുദ്ധം, അഹ്സാബ് യുദ്ധം എന്നൊക്കെ പറയും അതിനെ. മദീനയെ നശിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഒരു സഖ്യസേന അഥവാ അഹ്സാബ്, ഒരു സഖ്യകക്ഷികൾ, ഒരു കൂട്ടാളുകൾ, അവര് വന്നപ്പോഴാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് ഉണ്ടാക്കി, ട്രെഞ്ച്. അങ്ങനെയാണ് ശത്രുക്കളെയൊക്കെ അതിനകത്തേക്ക് കുഴിച്ചിട്ടിട്ട് നബി കൊന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബനു ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രത്തെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായത്.
രോമവളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ചെറുതിനെയും വലുതിനെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ ബനു ഖുറൈദ. അത് കേട്ടാണ് ഖൈബർ കൊള്ള ജൂതന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറി ആക്രമിച്ചു. മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാര് താമസിച്ചിരുന്ന ഖൈബർ ഒരു പ്രകോപനവുമില്ലാതെ അവരിങ്ങോട്ട് ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ യുദ്ധത്തിലാണ് സഫിയയെ തടവുകാരിയായിട്ട് പിടിക്കുന്നത്. നബിക്ക് അവര് വിഷം കൊടുത്തു എന്ന് പിൽക്കാലത്ത് പറയപ്പെടുന്നു. അപ്പോ പ്രവാചകന്റെ ആദ്യ രാത്രി ഈ സഫിയയുടെ വാപ്പയെയും കൊന്നു, ഭർത്താവിനെയും കൊന്നു, അവരുടെ നാട്ടുകാരെ മൊത്തവും കൊന്നൊടുക്കിയിട്ടാണ് സഫിയയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആദ്യ രാത്രി അറ കൂടുന്നത്. ഒരു സ്വഹാബി വര്യൻ ലൈവായിട്ട് കളി കണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തതാണ് മക്ക വിജയം, കോൺക്വസ്റ്റ് ഓഫ് മക്ക എന്ന് പറയും. 10,000 സൈനികരുമായിട്ട് നബി മക്ക കീഴടക്കി. രക്തച്ചൊരിച്ചിൽ ഇല്ലാതെയാണെന്നൊക്കെ വിശ്വാസികൾ പറയുമ്പോഴും കഅബയിലെ വിഗ്രഹങ്ങൾ മുഴുവനും തകർക്കുകയും തന്റെ ശത്രുക്കളായിരുന്ന ചിലരെ വധിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ബഹുദൈവാരാധക കേന്ദ്രമായിരുന്ന മക്ക പിടിച്ചെടുത്ത് ഏകദൈവ വിശ്വാസ കേന്ദ്രമാക്കി മാറ്റി. അതായത് അന്നും അവിടെ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു, വിഗ്രഹാരാധകരുണ്ടായിരുന്നു, അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തതാണ് ഹുനൈൻ, തബൂക്ക്, അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളുണ്ട് ചരിത്രത്തില്. ഫവാസീൻ എന്ന് പറയുന്ന ഗോത്രത്തെ കീഴ്പ്പെടുത്തി വലിയ രൂപത്തിൽ യുദ്ധം മുതലൊക്കെ കരസ്ഥമാക്കിയ ഒരു യുദ്ധമാണ് അത് ഹുനൈൻ. തബൂക്കാണ് റോമൻ സാമ്രാജ്യത്തിനെതിരെ നടന്ന അവസാനത്തെ പ്രധാനപ്പെട്ട നീക്കം. അതായത് യുദ്ധം മുതലായിരുന്നു ലക്ഷ്യം. യുദ്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കളും സ്ത്രീകൾ അടുത്ത മോട്ടീവായിരുന്നു. ഇസ്ലാം വളർത്താൻ ഒരു സാമ്പത്തിക മാർഗമായിട്ടാണ് നബി ഇതിനെയൊക്കെ ഉപയോഗിച്ചത്. യുദ്ധങ്ങളിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കാൻ അനുവാദം നൽകിയത് ഇത്തരം യുദ്ധങ്ങളിലൂടെയാണ്. അതായത് സൊഫിയയും ജുവൈരിയയും ഒക്കെ ഇതിന്റെ ഇരകളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുക, അതല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക, അതുമല്ലെങ്കിൽ നാട് വിട്ടുപോയിക്കോ. ഇത്തരം നയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് തന്നെയാണ്. ആ ഇസ്ലാമിനെ വെള്ളപൂശിക്കൊണ്ട് പ്രവാചകന്റെ യുദ്ധത്തെയൊക്കെ എങ്ങനെ ലളിതവൽക്കരിച്ച് ഒരു സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാമെന്ന് എപിയുടെ മകനുണ്ടല്ലോ ഹക്കീം അസ്ഹരി, അദ്ദേഹത്തിന്റെ ഒരു വിടുവായത്തരം ഒന്ന് കേൾക്കാം. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞത് നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കരുത്, നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും ഒരു രൂപത്തിലും പിന്മാറരുത്, അങ്ങനെ വന്നാൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ്. അതായത് UAE-യും സൗദി അറേബ്യയും നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനോട് പ്രതിരോധിച്ചു നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോ യമൻ വല്ലതുമായിരുന്നെങ്കിൽ സൗദി അറേബ്യ മൊത്തത്തിനെയും മുച്ചോടെ മുട്ടിപ്പിച്ച് കാത്തിച്ച് വിട്ടേനെ. ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. ഇറാനോ അങ്ങോട്ട് പോയി തോണ്ടിക്കഴിഞ്ഞാൽ ഇറാൻ ഇവരെ ചുരുട്ടിക്കൂട്ടി ഒരു മുക്കിലിരുത്തും, അതുകൊണ്ട് രക്ഷയില്ല. കീലേരി അച്ചുവിനെ പോലെ ആരുണ്ട് ഞങ്ങളോടും അമേരിക്കയോടും പ്രതിരോധിക്കാൻ, ആരുണ്ട് ഞങ്ങളോടും ഇസ്രായേലിനോടും പ്രതിരോധിക്കാൻ? ഈ രൂപമാണ് ഇപ്പോൾ UAE-യും സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നവർ. കാരണം അവർക്ക് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഇവരെ മുന്നിൽ നിർത്തുന്നു. എന്നാലോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ജൂതനും ബഹുദൈവ വിശ്വാസിയും നസറാണിയും മാത്രം എതിർഭാഗത്താകും. അത് പല സന്ദർഭങ്ങളിലും ഇസ്രയേലിനു മനസ്സിലായിട്ടുള്ളതാണ്. അമേരിക്കയ്ക്കും നല്ല രൂപത്തിൽ, എക്സ്പെഷ്യലി ട്രംപിന് അറിയാം. പിന്നെ ട്രംപിനും ഇതിനകത്ത് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. ഇസ്രായേൽ നിലനിൽപ്പിനു വേണ്ടി ചെയ്യുന്ന സമരമാണിത് എന്ന് അറിയുന്നവർക്കറിയാം. ഇനി കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് വെറും മതമാണ് പ്രശ്നം. എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് ഇറാനിൽ അമേരിക്കയുടെ ആവശ്യം എന്താണ്? ഇത് നമ്മുടെ AP കാന്തപുരത്തിന്റെ മകനുണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ടെന്ന് കേട്ടു നോക്ക്. യാങ്കിമാമന്റെ മഞ്ഞക്കണ്ണിൽ ഗൾഫ് രാഷ്ട്രങ്ങളാണ് ലക്ഷ്യമിടുന്നത്, അതെന്റെ കയ്യിൽ വരണം, അതാണ് അവന്റെ ആവശ്യം. അല്ലെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിച്ച് ഇടക്കിടക്ക് 2 ട്രില്യൺ ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് പോക്കറ്റ് വീർപ്പിക്കണം. അങ്ങനെ ഗുണ്ടാ പണം മാത്രം വിഴുങ്ങുന്ന, ഗുണ്ടായുസത്തിലൂടെ മാത്രം പണമുണ്ടാക്കുന്ന ചില രാജ്യങ്ങൾ ലോകത്തുണ്ട്. അത്തരം ആളുകളാണ് ഇത്തരം വേണ്ടാവൃത്തികൾക്കെല്ലാം പിന്നിലുള്ളത്. അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടല്ല. കാരണങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണ്. പറഞ്ഞുണ്ടാക്കിയിട്ട് അല്ല കാക്ക, സൗദി അറേബ്യയെ പോലെയുള്ള അറബ് രാജ്യങ്ങളെ ഒക്കെ ആക്രമിച്ചത് ഇറാനാണല്ലോ, അല്ലേ? ആ ഇറാൻ കുട്ടികളെ കൊന്നൊടുക്കുമ്പോഴും സ്ത്രീകളെ കൊന്നൊടുക്കുമ്പോഴും ലക്ഷ്യം വെക്കുന്നത് മക്കയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം നസ്രാണിയെയും ജൂതനെയും പറയാനാണ്.
പണ്ടൊരു രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി പോയി, ആ നാട് മുഴുവനും നശിപ്പിച്ചു. അതിനുശേഷം പറയുകയാണ് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്. അങ്ങനെ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാജ്യം ആരുടേതുമാവട്ടെ, ആ നാട്ടുകാരുടെ വിശ്വാസം പിഴച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവട്ടെ, ഓരോ രാജ്യത്തിനും ഇവിടെ ലോകത്ത് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. പിഴച്ച വിശ്വാസക്കാരായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലുള്ളവരായാലും വിവിധ ചിന്താഗതികളുള്ളവരായാലും മറ്റുള്ളവന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് അതിക്രമം തന്നെയാണ്. അതിനോട് ആർക്കും സന്ധിയാകാൻ കഴിയില്ല. അല്ല, ഒക്ടോബർ 7 കാക്കായ്ക്ക് ഓർമ്മയില്ലേ? ആ ഒക്ടോബർ 7 നടന്നത് ഇസ്രായേലിന്റെ മണ്ണില. ആ സമയത്ത് കാക്ക ഇത് പറഞ്ഞില്ല. ഞാൻ ഉറപ്പിച്ചതാണേ സാന്ദർഭികമായിട്ട്. ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ 1400 ജൂതന്മാരെ നിഷ്കരുണം കൊന്ന് ഇസ്രായേലിൽ ചോരപ്പുഴ ഒഴുക്കി. അത് ആരാന്റെ മണ്ണല്ലേ? ജൂതന്റെ മണ്ണല്ലേ? മുറിയന്മാര് കേറി ആക്രമിച്ചതല്ലേ? അപ്പൊ കാക്ക ഇത് പറഞ്ഞില്ല കേട്ടോ. ശരി, അതിനോട് വിരാജിച്ചേ പറ്റുകയുള്ളൂ, അതിനോട് പ്രതിഷേധിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നാം ആയുധമേന്താൻ പോകുന്നില്ല, നാം മറ്റേതെങ്കിലും നടപടികളിലേക്ക് പോകുന്നില്ല. നാം കൈയുയർത്തുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യും. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവിടെ മാത്രം പ്രയോഗിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അപ്പോ ഇസ്രായേലിന് ആണവായുധം പ്രയോഗിക്കാമല്ലേ? ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുവാണ് ഇറാൻ. ഒരു ക്ലോക്കും സ്ഥാപിച്ച് ആണവായുധം ഉണ്ടാക്കുന്നത് തന്നെ ജൂതനെ തകർക്കുന്നതിന് വേണ്ടിയാണ് എന്ന് കൊമേനി പ്രത്യക്ഷമായ പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ ഇസ്രായേലിന് നിലനിൽപ്പിന് വേണ്ടി ആണവായുധം എടുക്കാം. അതാണ് കാക്ക പറയുന്നത്. പറയും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടില് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം പ്രചാരണം തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബദർ ഉണ്ടാകുന്നത്. ബദറിന്റെ ചരിത്രം നേരത്തെ നിങ്ങൾ കേട്ടു. പേര് യുദ്ധം എന്നാണെങ്കിലും വളരെ ലഘുവായ രീതിയിൽ എങ്ങനെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു ബദറിൽ. ഇന്ന് ലോകത്ത് നടക്കുന്നതൊന്നും ജിഹാദല്ല, അതൊക്കെ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഭൂവിസ്തൃതി വികസിപ്പിക്കുക, സമ്പത്ത് കൈയടക്കുക, എണ്ണ സമ്പത്ത്, ഡോളർ സമ്പത്ത്, തേക്കിന്റെയും അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും അങ്ങനെയുള്ള ഒരു നാട്ടിലുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അതിനുവേണ്ടി നടക്കുന്ന യുദ്ധങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം. നൈജീരിയയിൽ നടക്കുന്നത്, ബംഗ്ലാദേശില്, സിറിയയില്, അഫ്ഗാനും പാക്കികളും ഇതെല്ലാം ഇതിനു വേണ്ടിയൊക്കെയാണല്ലേ? കാക്ക ഇതൊക്കെ നേരത്തെ പറയണ്ടായോ? സാമ്പത്തിക ലാഭവും അധികാരവുമാണ് ആ യുദ്ധങ്ങളൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവന് വില കൊടുക്കുന്നില്ല. ഒരൊറ്റ ബോംബങ്ങ് വീണ 1000 ആള് മരിച്ചു. അത് പ്രശ്നമല്ല. അധികാരം പിടിച്ചെടുക്കണം, പണം കയ്യിലാക്കണം, ഈ ഒരു ചിന്ത മാത്രമാണുള്ളത്. ഖാദിസിയ യുദ്ധവേളയിൽ നമുക്കറിയാം ഇസ്ലാമിക സൈന്യം പറഞ്ഞു. ബനൂ ഖുറൈളയും കൂടി പറയണേ, ഉഹുദ് പറയണേ, ബദർ പറയണേ, കന്തക് യുദ്ധം പറയണേ, ഹൈബർ പറയണേ. നിങ്ങളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിത് പറയും. ഈ യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും കലാപങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു നടത്തിയത് എന്ന് നിങ്ങൾ പറയാത്തത് കൊണ്ടും നിങ്ങൾ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഇത്തരം യുദ്ധങ്ങളെയും കൊള്ളയെയും കൊലകളെയും ഒക്കെ നിങ്ങൾ വെള്ളപൂച്ചുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ സത്യം ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത് ആളുകളോട്, എക്സ്പെഷ്യലി കാഫിറുകളോട്. ആശയപ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ യുദ്ധം വേണ്ട എന്നാണ്. ആശയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലൊക്കെ കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇറാനില് ഈ സ്വാതന്ത്ര്യമില്ലേ ചോദിച്ചു. ഭരണകൂട വിരുദ്ധതയ്ക്കെതിരെ രംഗത്തിറങ്ങിയ ആളുകളെ കൂട്ടമായി കൊന്നൊടുക്കിയ കൊമേനി ഭരണകൂടം ശിശുക്കളെ കൂട്ടമായി ഇട്ടിട്ട് സൈനികരോട് ബലാത്കാരം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചു നിന്ന ബലാത്കാരം കണ്ടാസ്വദിച്ച അതീവ ക്രൂരനായിട്ടുള്ള കൊമേനി എന്താശയങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു ഇറാനിൽ സ്വാതന്ത്ര്യമില്ലാത്തത്? താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാനിൽ കൂട്ടത്തോടുകൂടി ആളുകളെ കൊന്നൊടുക്കുന്നത് എന്ത് സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിലാണ്? ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയും, നൈജീരിയയിൽ ബൊക്കോ ഹറാമും, സിറിയയിൽ ഐസിസുകാരും കുർദികളെ
ഇതൊക്കെ എന്ത് മതസ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ കൊന്നൊടുക്കലുകളൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് എപ്പോഴും എളുപ്പം എതിരെ വരുന്ന ജൂതനെയും ക്രിസ്ത്യാനികളെയും തേച്ചൊട്ടിക്കാനാ. ആശയ പ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമാണ് നടത്തിയത്. അതിന് യുദ്ധമില്ലാതെ സമ്മതം തരുന്നുവെങ്കിൽ പിന്നെ അവിടെ യുദ്ധം ഇല്ല എന്നാണ്. ഇസ്രായേലിനെ ഹമാസുകാര് കയറി ചൊറിഞ്ഞത് എന്താശയ പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് എന്താശയ പ്രചാരണ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ്. ഉസ്താദിനറിയാം, ഉസ്താദിന്റെ മുമ്പിലിരിക്കുന്ന മദ്രസ പൊട്ടന്മാർ തലച്ചോറ് പണയം വെച്ചവരാണെന്ന്. അതുകൊണ്ട് ഇവര് പറയുന്നത് എന്തും തൊള്ള തൊടാതെ വിഴുങ്ങിയിട്ട് എഴുന്നേറ്റ് മൂടും തട്ടി പോകുന്നവരാണെന്ന്. ഇത് ഇന്റർനെറ്റ് യുഗമാണ് കാക്ക. മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് അത് ഇസ്ലാമില് ഒരിക്കലും ലക്ഷ്യമല്ല, അത് ഇല്ലാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. അതാണ് ബദർ. കാക്ക അപ്പോവല്ലേ എനിക്ക് കാക്കയോട് വളരെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാക്ക അംഗീകരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ആയത്തുള്ള അലി ഖുമൈനി ചെയ്താൽ അത് നല്ലതാണ്. അത് നമ്മൾ അംഗീകരിക്കും. എക്സ്പെഷ്യലി പ്രവാചകൻ 1000 പേരുടെ തലയരിഞ്ഞാൽ ആ തലയരിയൽ കാരുണ്യമാണ്. അതും നമ്മൾ അംഗീകരിക്കും, കുഴപ്പമില്ല. നമ്മുടെ ആയത്തുള്ള അലി ഖുമൈനി ഇറാനിൽ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് ഇവരൊന്നും കാണായിട്ടല്ല. ഇവർക്ക് എല്ലാവർക്കും അത് അറിയാം, പക്ഷെ ഇത് സമ്മതിക്കില്ല. തങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇറാനിലെ ഭരണകൂടം എന്നും ക്രൂരമായ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കും അവർക്ക് ചികിത്സ നൽകിയവർക്കും നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന കിരാത നടപടികൾ വംശഹത്യക്ക് തുല്യമാണ്. പ്രതിഷേധങ്ങളിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകിയതിന്റെ പേരിൽ 2 നേഴ്സുമാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ക്രൂരമായ പീഡനത്തെ തുടർന്ന് ഒരു നേഴ്സിന്റെ ഗർഭപാത്രവും കുടലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു. തടങ്കലിൽ ആ സ്ത്രീ അനുഭവിച്ച വേദനയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഇവര് പീഡിപ്പിച്ചതിന്റെ പേരിൽ ഇവര് കൊന്നൊടുക്കുകയും ക്രൂരമായി ബലാത്കാരം ചെയ്യുകയും ചെയ്ത ആളുകളെ അവസാനമായി ഒരിറ്റു വെള്ളം ചോദിച്ചപ്പോഴൊന്ന് കൊടുത്തതിന്റെ പേരിൽ, മുറിവിൽ ഒരു മരുന്ന് വെച്ച് കൊടുത്തതിന്റെ പേരിൽ ആ നഴ്സിനെ ക്രൂരമായി പീഡിപ്പിച്ചവരുടെ ഗർഭപാത്രവും കുടലും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അനുഭവിച്ച വേദന എത്രമാത്രമുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. അതിന്റെ ആധിക്യം കഴിഞ്ഞ ദിവസം പ്രസവത്തെ തുടർന്ന് ഒരു നരാധമൻ അക്യൂപങ്ചർ ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണിനെ കൊന്നില്ലേ? 37-കാരിയായിട്ടുള്ള മൂസിന എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സ്വകാര്യ ഭാഗത്ത് വലിയ രൂപത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും ആ വ്രണങ്ങളിൽ നിന്നും പുഴുക്കൾ വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വാവിട്ട് നിലവിളിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ വന്നത്. അവന്റെയൊക്കെ ക്രൂരതയെന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര പേര് അതിനെ എതിർത്ത് രംഗത്ത് വന്നു. അവിടെയാണ് മുറിയൻ എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കുകയും പച്ചക്കൊടി കാണിക്കുകയും പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട മുഖം, ഇരുമുഖ നയം, ഇവരുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. അതുപോലെ ആയത്തുള്ള അലി ഖുമൈനി എന്ത് ചെയ്താലും അത് ശരിയാണ് എന്ന് വാദിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവർ പ്രവാചകന്റെ ഗുണ്ടാപ്പടയിൽപ്പെട്ടവരായതുകൊണ്ടാണ്. ആഘാതത്തിൽ മാനസിക നില തെറ്റിയ ഇവർ തന്നെ മരിക്കാൻ അനുവദിക്കണമെന്നാണ് ഡോക്ടർമാരോട് അപേക്ഷിക്കുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം 12 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ 14 വയസ്സുള്ള ആൺകുട്ടികൾ വരെ IRGC ഏജന്റുമാരുടെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. 19 വയസ്സുകാരനായ അമീർ ഹുസൈൻ ഖാദിർ സാദയുടെയും അദ്ദേഹത്തിന്റെ 14 വയസ്സുള്ള 2 സഹോദരിമാരുടെയും നഗ്നരാക്കിയുള്ള പരിശോധനയും തുടർന്നുണ്ടായ അതിക്രമങ്ങളും ഇതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ടെഹ്റാനിലെ രാജായി കാർഡിയോവസ്കുലർ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ നഴ്സുമാരാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. ഇവരുടെ ഗർഭപാത്രം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നുവെന്ന വിവരം പുറത്തു വരുമ്പോൾ ആക്രമണം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 33 വയസ്സുള്ള ആ നഴ്സ് അനുഭവിച്ച ആഘാതം അത്രമേൽ വലുതാണ്. മാനസിക നില തെറ്റിയ ഇവർ തന്റെ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവരെ ആശുപത്രി കിടക്കയിൽ ബന്ധിച്ചിരിക്കുകയാണ്. IRGC സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിലാണ് ഇവർ ഇപ്പോഴുള്ളത്. പ്രതിഷേധക്കാരെ ഭയപ്പെടുത്താൻ IRGC നടപ്പിലാക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റെ തുടർച്ചയാണിത്. 12 വയസ്സ് മാത്രം. എങ്ങനെയുണ്ട്? 12 വയസ്സുള്ള ഒരു പയ്യന്റെ മുമ്പിൽ വെച്ച് 14 വയസ്സുകാരികളായിട്ടുള്ള അവന്റെ 2 സഹോദരിമാരെ കൂട്ടബലാത്കാരം ചെയ്യുന്നു. തുണി മുഴുവനും അഴിച്ച് നിർത്തി പരിശോധിക്കുന്നു. ഇതൊക്കെ മതമാകാക്ക ആണ്? ഇതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നതാ കാക്ക?
പ്രായമുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗം ചെയ്യപ്പെട്ടതായി ആംനസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നു. പീഡനങ്ങൾക്കും ക്രൂരമായ കൊലപാതകങ്ങൾക്കും അറസ്റ്റുകൾക്കും പുറമെ നിർബന്ധിത കുറ്റസമ്മതങ്ങൾക്കായി ഇറാൻ ഭരണകൂടം ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളതാണ്. അമീർ ഹുസൈൻ ഖാദിർസാദെ എന്ന 19-കാരന്റെ വീട്ടിലേക്ക് IRGC ഏജന്റുമാർ ഇരച്ചുകയറി നടത്തിയ ക്രൂരത ഏവരെയും ഞെട്ടിക്കുന്നതാണ്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി അമീർ ഹുസൈനെയും അവന്റെ 2 സഹോദരിമാരെയും, ആ സഹോദരിമാർക്ക് വെറും 14 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, അവരെ പൂർണ്ണമായി നഗ്നരാക്കി. ഇതിനു പിന്നാലെ അവരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും അമീർ ഹുസൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അവനെ ഇങ്ങോട്ടാണ് മാറ്റിയതെന്നോ നിലവിലത്തെ അവസ്ഥ എന്താണെന്നോ ഒന്നും വെളിപ്പെടുത്താൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. 2022 ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് ഇറാന്റെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത 22-കാരി മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും IRGC അന്ന് ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കിയിരുന്നു. ആ സമയത്ത് ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നിവയുൾപ്പെടെയുള്ള ക്രൂരതകൾക്കിരയായ 26 പുരുഷന്മാരും 12 സ്ത്രീകളും 7 കുട്ടികളും ഉൾപ്പെടെ 45 പേർ ആംനസ്റ്റിയോട് തങ്ങൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി 12 വയസ്സുള്ള കുട്ടികളെ പോലും മർദ്ദനം, ചാട്ടവാറടി, ഷോക്ക് ഏൽപ്പിക്കൽ, ലൈംഗിക പീഡനം തുടങ്ങിയ ഭീകരമായ പീഡനമുറകൾക്ക് ഇറാന്റെ ഇന്റലിജൻസ് സുരക്ഷാ സേനകൾ വിധേയരാക്കിയതായി 12 വയസ്സുള്ള കുട്ടികളെ പോലും ഷോക്കടിപ്പിച്ചും ബലാത്കാരം ചെയ്തും ക്രൂരമായ മർദ്ദന മുറകൾ അഴിച്ചുവിട്ടും കെങ്കേമമായി മുന്നോട്ട് പോയിരുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകളെ സംബന്ധിച്ച് ഇവരാരും പറയില്ല. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ കാക്ക തുടരട്ടെ അല്ലേ. അമേരിക്കയുടെ ലക്ഷ്യവും ജൂതന്മാരായിട്ടുള്ള ഇസ്രായേലരുടെ ലക്ഷ്യവും തുറന്നു പറയുന്ന കാക്കാമാരെപ്പോഴെങ്കിലും ഇവരുടെ ലക്ഷ്യം തുറന്നു പറയാറുണ്ടോ? ഇല്ല. അതാണ് ബദർ തുടങ്ങുമ്പോൾ തന്നെ പരിശീലിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുട്ടികളെ തൊടരുത്, സ്ത്രീകളെ ദ്രോഹിക്കരുത്, വയസ്സന്മാർക്ക് 15, 6, 12, 14 വയസ്സുള്ള കുട്ടികളോട് ഇറാൻ ചെയ്ത ക്രൂരതയെ കുറിച്ച് ഇവര് പറയോ? ഇവരത് തുറന്നു പറഞ്ഞാൽ നമുക്കതെടുത്ത് വിമർശിക്കേണ്ടി വരുമായിരുന്നോ? പറ്റരുത്, കൃഷിയിടങ്ങൾ നശിക്കരുത്, പിന്നെ എങ്ങനെയായുധം? അപ്പൊ ഇതൊന്നും ഇല്ലാതെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുന്നവരെ മാത്രം ലക്ഷ്യം വെച്ച് ഇറങ്ങുക, ഒരാൾ ഇറങ്ങിയാൽ ഒരാൾ ഇറങ്ങുക, അങ്ങനെയുള്ള ഒരു പോരാട്ടം. എന്നും പറഞ്ഞൊരു കൂട്ടക്കലയുണ്ട് പ്രവാചക ചരിത്രത്തില്. രോമ വളർച്ചയുണ്ടോ ഇല്ലേ എന്ന് നോക്കി മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ, അതിനകത്ത് കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, ഗർഭിണികളുണ്ടായിരുന്നു, വൃദ്ധരുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു. ആരെയെങ്കിലും പരിഗണിച്ചോ? ആ പ്രവാചകന്റെ അനുയായികൾ പറയുന്നത് 1000 പേരുടെ തല എന്റെ പ്രവാചകൻ എരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയെരിയൽ കാരുണ്യമാണ് നബാലുശ്ശേരി പ്രസംഗിച്ചത്. നിൽക്കുക, വാൾ ഉറയിൽ തന്നെ ഇട്ടു വെക്കുക, ഒരിക്കലും വാൾ ഊരരുത്. ഞാൻ പറഞ്ഞാൽ മാത്രം വാൾ ഊരിയാൽ മതി. അതെ, ഞാൻ പറഞ്ഞാൽ ഊരണം. പ്രവാചകനെ എതിർത്തുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ 104 വയസ്സുകാരനായ അബു അഫാഖ് എന്ന് പറയുന്ന കവിയെ, വൃദ്ധനെ, രോഗിയെ ക്രൂരമായി കൊല്ലാൻ അനുയായിക്ക് വാളു കൊടുത്തു വിട്ടിട്ട് തിരിച്ച സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കസേരയിൽ ആടിയാടിയിരുന്ന ഒരു മുഹമ്മദ് നബിയുടെ ചരിത്രം ഹദീസുകളിലുണ്ട്. തന്നെ എതിർത്തുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അസ്മ എന്ന് പറയുന്ന സ്ത്രീയെ ക്രൂരമായി കൊന്നൊടുക്കിയ അസ്മാ ബിന്തു മർവാൻ നമ്മൾ മറന്നിട്ടില്ല. 4-5 പൈതലുകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അവരുടെ മാറിടത്തിലേക്ക് ആഴത്തിൽ കഠാര ഇറക്കിയിട്ട് ആ കഠാര ഊരിക്കൊണ്ടുവന്നിട്ട് നബിയോട് പറയുന്നു, പ്രവാചകരെ, താങ്കളുടെ ഇഷ്ടം ഞാൻ നടപ്പിലാക്കി, താങ്കളുടെ കൽപ്പന നടപ്പിലാക്കി എന്ന് പറഞ്ഞപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ചിട്ട് അനുയായികളോട് പറയുന്നു, വാടാ, നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനെ കണ്ടോ? തന്നെ എതിർത്ത ആളുകളെ മുഴുവനും കൊന്നൊടുക്കി. തന്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു ജാരൻ വന്നു എന്ന് പറഞ്ഞ് അവന്റെ തലയെടുക്കാൻ മരുമകന്റെ കയ്യിൽ വാളു കൊടുത്തു വിട്ട ഒരു പ്രവാചകനെ ബുഖാരി പറയുന്നുണ്ട്. പോയപ്പോൾ അയാൾക്ക് സുനയില്ല. അലി ചിരിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സംഗതി ഒന്നും നടക്കാൻ സാധ്യതയില്ല, അയാൾ സുനയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു അയാള്. പക്ഷത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ മാത്രം അതിനും കണക്ക് വെച്ച് ഒരാൾ ഇറങ്ങുമ്പോൾ ഒരാൾ ഇറങ്ങുന്ന അങ്ങനെയുള്ള രീതി യുദ്ധത്തിന്റെ ഏറ്റവും വലിയ അച്ചടക്കം. ഇങ്ങനെ എത്ര കാലം നിങ്ങൾ ഇസ്ലാമിലെ ക്രൂരമായ കിരാതമായ ഈ മനുഷ്യ വേട്ടയെ, ജൂതവേട്ടയെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നു? അത്ര കാലവും ഈ പുസ്തകത്തിനകത്തുള്ള വിലക്കപ്പെട്ട കനികളെ നമ്മളെടുത്ത് പുറത്തിടും. നന്ദി.